ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യൻ തിരുവെഴുത്തിലുണ്ട്. ദൈവം പ്രസാദിച്ച ഒരു വഴി തിരുവെഴുത്തിലുണ്ട്. ദൈവം പ്രസാദിച്ച ഒരു പ്രവൃത്തി തിരുവെഴുത്തിലുണ്ട്. യേശു കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പ്രസാദിച്ച മനുഷ്യപുത്രനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം കണ്ട ഒരേ ഒരു വഴി അത് യേശുക്രിസ്തുവാണ്. ഒരു വ്യക്തി ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരു റൂട്ട് മാപ്പ് കാണിച്ചിട്ട് ഇതൊരു വഴിയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകും. എന്നാൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തി ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വീണ്ടും നാം തിരുവെഴുത്തുകൾ പരിശോധിക്കണം. യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി, അവൻ തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി നമുക്കെല്ലാവർക്കും ജീവനുള്ള ഒരു പുതുവഴി തുറന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ദേഹം ചീന്തപ്പെട്ടപ്പോൾ ആ ദേഹം ഒരു തിരശീല കീറുന്നത് പോലെ കീറി സ്വർഗത്തിലേക്ക് ഒരു വഴി ദൈവം തുറന്നു. എല്ലാവർക്കും ദൈവത്തോട് അടുത്തു വരാനുള്ള വഴി. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിച്ചൊരു പ്രവൃത്തി ഈ ഭൂമിയിലുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ചിലർ വന്ന് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? യേശു അവരോട് പറഞ്ഞു, ദൈവം പ്രസാദിച്ച ഒരു പ്രവൃത്തിയേ ഉള്ളൂ, അത് തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണമാണ്. ദൈവം അയച്ചവനെ വിശ്വസിക്കുക, ദൈവം ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ വിശ്വസിക്കുക, അതാണ് ദൈവം പ്രസാദിച്ച പ്രവൃത്തി. ദൈവം പ്രസാദിച്ച വ്യക്തി, ദൈവം പ്രസാദിച്ച വഴി, ദൈവം പ്രസാദിച്ച പ്രവൃത്തി അത് യേശുക്രിസ്തുവാണ്. യേശുവിൻ്റെ ക്രൂശ് മരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവനാണോ? നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവനാണോ? നിങ്ങളുടെ കാലുകളെ ഇന്നു പകൽ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇന്നു പകൽ നിങ്ങളുടെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അടിസ്ഥാനത്തെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. കാരണം ദൈവം യേശുക്രിസ്തുവിൽ പ്രസാദിച്ചിരിക്കുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.